ചോദ്യം: പേരിടാനുള്ള അധികാരം ആർക്ക്? ഉത്തരം: കുട്ടിയുടെ രക്ഷിതാവിന്. ചോദ്യം: നൽകിയ പേര് മോശമാണെന്നറിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും? ഉത്തരം: പ്രസ്തുത പേര് മാറ്റി നല്ല പേരിടണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. ചോദ്യം: അബ്ദുമനാഫ് എന്ന് പേരിടാമോ? ഉത്തരം: പാടില്ല. മനാഫ് എന്ന പേര് അള്ളാഹുവിനില്ല. അതിനാൽ മനാഫിന്റെ അടിമ എന്നർത്ഥമുള്ള അബ്ദുമനാഫ് എന്ന പേരിടൽ അനുവദനീയമല്ല. മനാഫ് എന്നത് അറബികളുടെ ഒരു ബിംബത്തിന്റെ പേരാണ്. ചോദ്യം: ചിലർ മക്കളിലേക്ക് ചേർത്തി പേര് പറയാറുണ്ടല്ലോ. ഉദാഹരണം അബൂ മുംതാസ്. അതിൻ്റെ വിധി എന്ത്? ഉത്തരം: സദ്വൃത്തരെ മുതിർന്ന മക്കളിലേക്ക് ചേർത്തി പറയൽ സുന്നത്താണ്. മുതിർന്ന കുട്ടി ആണായാലും പെണ്ണായാലും ഇത് തന്നെ വിധി. ചോദ്യം: നിഷിദ്ധമായ പേരുകളുണ്ടോ? ഉത്തരം: ഉണ്ട്. മലിക്കുൽ മുലൂക്ക്, ഖാലിഖുലാദ്, ഹാക്കിമുൽ ഹുക്കാം എന്നിവ അള്ളാഹുവിന് മാത്രം പ്രത്യേകമായ പേരുകളിൽപ്പെട്ടതാണ്. ഇത്തരം പേരുകൾ സൃഷ്ടികൾക്കിടയിൽ ഹറാമാണ്. അള്ളാഹു അല്ലാത്തവരിലേക്ക് അബ്ദു കൂട്ടി വിളിക്കലും ഹറാമാണ്. ചോദ്യം: കുഞ്ഞ് ജനിച്ചതിൻ്റെ പേരിൽ ആശംസ നേരൽ പുണ്യമാണോ? ഉത്തരം: അതെ, സുന്നത്താണ്. ചോദ്യം: ബാപ്പയില്ലാത്ത കുട്ടിക്ക് യത്തീം എന്ന് പറയുമല്ലോ. എന്നാൽ ഉമ്മയില്ലാത്ത കുട്ടിക്ക് പ്രത്യേക പേരുണ്ടോ? ഉത്തരം: ഉണ്ട്. മുൻഖത്തിബ്, ആലംബമറ്റത് എന്ന് പറയും. ചോദ്യം: കുഞ്ഞിന് നിശ്ചിത പേരിടാൻ നേർച്ചയാക്കിയാൽ ആ പേര് തന്നെ കുഞ്ഞിന് നൽകേണ്ടതുണ്ടോ? ഉത്തരം: ആ നേർച്ചയാക്കിയ പേര് നാമകരണം സുന്നത്തായ പേരുകളാണെങ്കിൽ ആ നേർച്ച സാധുവാകുന്നതും അതുതന്നെ കുഞ്ഞിന് നൽകേണ്ടതുമാണ്. ചോദ്യം: വ്യഭിചാരത്തിൽ ജനിച്ച പ്രായപൂർത്തിയാവാത്ത കുട്ടി യത്തീം ആണോ? ഉത്തരം: അതെ, യത്തീം തന്നെ. ശറഇൽ ആ കുട്ടിക്ക് പിതാവില്ലല്ലോ. ചോദ്യം: ബറക്കത്ത്, റഹ്മത്ത് എന്നിങ്ങനെ പേരിടൽ പാടില്ലെന്ന് കേൾക്കുന്നു. വസ്തുതയെന്ത്? ഉത്തരം: അത്തരം പേരുകൾ അശുഭകരമായ പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതിനാൽ പ്രസ്തുത പേരുകൾ നൽകൽ കറാഹത്താണ്. ബറക്കത്ത് അവിടെയുണ്ടോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇല്ലെന്ന് മറുപടി പറയുമ്പോൾ അള്ളാഹുവിൻ്റെ ബർക്കത്തില്ല എന്നായി തോന്നും. എന്നത് അശുഭകരമായ പ്രതികരണമാണല്ലോ. ചോദ്യം: മക്കളില്ലാത്തവരെ ഏതെങ്കിലും പേരിലേക്ക് ചേർത്തിക്കൊണ്ട് ഇന്നയാളുടെ ബാപ്പ എന്ന് കുഞ്ഞെത്തി വിളിക്കാമോ? ഉത്തരം: ആദരണീയരായ ആളുകളുടെ പേര് വിളിക്കുന്ന മര്യാദക്കേട് ഒഴിവാക്കുന്നതിനാണ് അവരുടെ മക്കളിലേക്ക് ചേർത്തി കുഞ്ഞത്തായി വിളിക്കുന്നത്. സദുരത്തരായ സ്ത്രീ പുരുഷന്മാരെ ഇങ്ങനെ ആദരപൂർവ്വം വിളിക്കൽ സുന്നത്താണ്. അവർക്ക് മക്കളില്ലെങ്കിലും ഇങ്ങനെ വിളിക്കാം. ചോദ്യം: ലിയാ ഉദ്ദീൻ, അലാ ഉദ്ദീൻ, മുഹിയുദ്ദീൻ എന്നിങ്ങനെ ദീൻ ചേർത്ത് പേരിടാമോ? ഉത്തരം: ദുർനടപ്പുകാർക്ക് അത്തരം പേര് നൽകൽ കറാഹത്താണ്. കുട്ടികൾക്ക് ഇത്തരം പേര് നൽകൽ കറാഹത്താകാൻ ന്യായം കാണുന്നില്ല. ചോദ്യം: എന്താണ് ചേലാകർമ്മം? ഉത്തരം: പുരുഷന്റെ ഹഷ്ഫയെ മൂടിക്കിടക്കുന്ന ചർമ്മത്തെ മുറിച്ചു കളയലാണ് പുരുഷന്റെ ചേലാകർമ്മം. ചോദ്യം: ചേലാകർമ്മത്തിന്റെ വിധിയെന്ത്? ഉത്തരം: സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നിർബന്ധമാണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിലെ പ്രബലം. സ്ത്രീകൾക്ക് സുന്നത്താണെന്ന അഭിപ്രായവും ഉണ്ട്. ചോദ്യം: ആദ്യമായി ചേലാകർമ്മം നടത്തിയതാര്? ഉത്തരം: ഇബ്രാഹിം നബി അലൈഹിസ്സലാം. സ്ത്രീകളിൽ ഹാജർ ബീവി റളിയല്ലാഹു അൻഹ.